ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കും കേട്ടോ. പുറത്തൊന്നും അധികം ഇറങ്ങാതെ, പരമാവധി പുറത്തിറങ്ങാതെ, ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഒക്കെ പ്രത്യേകിച്ച് ഉപയോഗിക്കാനും കയ്യിൽ സൂക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ ലൈറ്റനിങ് പാക്ക്, അതായത് ആന്റി ഏജിങ് സ്കിൻ ലൈറ്റനിങ് പാക്ക് നമ്മൾ അമ്മയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ കുറെ പേര് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയ്ക്ക് ട്രൈ ചെയ്തപ്പോൾ കുറെ പേര് പറഞ്ഞിരുന്നു നല്ല റിസൾട്ട് മനസ്സിലാവുന്നുണ്ട്, അപ്പൊ ഇനിയും ഇതുപോലെ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഇന്നൊരു സ്കിൻ, അന്ന് നമ്മളൊരു കരിവാളിപ്പ് മാറ്റുന്ന ഒരു പാക്കായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ ലൈറ്റനിങ്, അതായത് നമുക്ക് ഒരു വീക്കിലി 3 times ഒക്കെ നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വീക്കിലി 3 times, പിന്നെ നമുക്ക് സ്കിൻ ലൈറ്റനിങ് നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട്, ഒരു സ്കിന്നിനൊക്കെ ഒരു മാറ്റം വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച 2 ആഴ്ച അടുപ്പിച്ച് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ആ വീക്കിലി 3 തവണയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർബ് ആയിട്ടുള്ള ഒരു സ്കിൻ ലൈറ്റനിങ് പാക്കാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഫാഷൻ ഹോൾ, അതായത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് കൂടി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മിക്കതും ഷെയർ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ്, ഫാഷൻ ഹോൾ പ്രോഡക്ട്സുകൾ നമ്മൾ കാണിക്കുന്നതിന്റെ ഇടയിൽ അപ്പൊ അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ കാണണം, അങ്ങനത്തെ റിവ്യൂസ് ഒക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫേസ് പാക്കും അതിന്റെ റിസൾട്ട് മാത്രമായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് എന്താണെന്നും അപ്ലൈ ചെയ്യാം, പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്കിൻ ലൈറ്റനിങ് അതേപോലെ ആൻറ്റി ഏജിങ് പാക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല ബെസ്റ്റ് റിസൾട്ട് ഉള്ളതാട്ടോ. നമുക്ക് സ്കിൻ ലൈറ്റൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്ക് നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും അടുപ്പിച്ച് ഉപയോഗിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് ആഴ്ചയിൽ 3 times ഉപയോഗിക്കാൻ പറ്റിയതാണ്. നമുക്ക് വേണ്ടത് ചുവന്ന പരിപ്പാണ്, അതായത് മസൂർ ദാൽ എന്നൊക്കെ പറയും. ചുവന്ന കളറിലൊരു ഓറഞ്ച് കളറിലുള്ള ഒരു പരിപ്പാണ്. നമുക്കിത് അങ്ങാടി ഷോപ്പിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്കിത് പലചരക്ക് കടയിൽ ഷുവറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പൊടിച്ച് വെക്കാം. നമുക്ക് പൊടിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് പൊടിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിക്കുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആൻറ്റി ഏജിങ്, അതേപോലെ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത കുത്തുകളൊക്കെ വരില്ല, അങ്ങനെയുള്ളവർക്കും സ്കിന്നൊന്ന് ലൈറ്റ്, അതായത് നമ്മുടെ നിറത്തിനേക്കാൾ 2-3 ഷെയ്ഡെങ്കിലും നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നു. അതായത് അത്യാവശ്യം നമുക്ക് നല്ല ലൈറ്റൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മസൂർ ദാൽ. അടുത്ത് നമുക്ക് വേണ്ടത് കേടാണ്, അതായത് തൈര്. അപ്പോൾ നമുക്ക് തൈര് അലർജി ഉള്ളവർക്ക് നമുക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ലെമൺ ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ തക്കാളിയുടെ നീരെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൂസമ്പിയാണ് വീട്ടിലുള്ളത്, അപ്പോൾ മൂസമ്പിയുടെ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതേപോലെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് അങ്ങനെയുള്ള ഏതെങ്കിലും മിക്സിംഗ് ഒക്കെ നമുക്കിതിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിംഗ് ആണ് ചേർക്കുന്നത്, കേർഡ് പ്ലസ് നമുക്ക് ഓറഞ്ച് ജ്യൂസ്. നമുക്ക് ഇതിൻ്റെ കൂടെ കേർഡ് പ്ലസ് പൊട്ടറ്റോ ജ്യൂസ്, അല്ലെങ്കിൽ കേർഡ് പ്ലസ് ടൊമാറ്റോ ജ്യൂസ്, കേർഡ് പ്ലസ് നമ്മുടെ ലെമൺ ജ്യൂസ് അങ്ങനെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ കേർഡ് പറ്റുന്നില്ലെങ്കിൽ മിൽക്ക് എടുക്കാം, റോ മിൽക്ക് എടുക്കാം. അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ എടുക്കാം. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പുളിപ്പുള്ള ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഓറഞ്ച് ജ്യൂസ്, ലെമൺ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർക്കണം, എന്നാലേ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ അമ്മയുടെ ഫേസിലാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വ്യത്യാസം ഇപ്പം അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നിട്ട് അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ എൻ്റെ പൊടിക്കൈകളൊക്കെ ട്രൈ ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് ഫേസിൽ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഞാൻ അമ്മയ്ക്ക് ഒരു കയ്യിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ റിസൾട്ട് ഫേസിനേക്കാൾ കൂടുതൽ നമ്മുടെ കൈകളിൽ ഇട്ടാലാണ് നമുക്ക് വേഗത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ ഞാനൊരു കൈമയും കൂടിയിട്ട് ഇതേപോലെ, പക്ഷെ ഞാൻ വിരലും ഇടുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് വിരലും ഇടുന്നില്ല. ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങൾ, ഇങ്ങനത്തെ ഹോൾ വീഡിയോ ഇഷ്ടമില്ലാത്തവർ ഇത്രയും ഭാഗം, അതായത് ഈ ഒരു ഹോൾ വീഡിയോയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് കണ്ടാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കോണ്ടാക്ട് ലെൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മുൻപ് എപ്പോഴും നമ്മൾ മാറിയിട്ടുള്ള വാടക വീട്ടിൽ നമ്മൾ മാറിയപ്പോൾ അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിത് ഒരെണ്ണം മേടിച്ചത്. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്
അറിയുന്നുണ്ടായിരുന്നില്ല കണ്ണിൽ വെക്കുമ്പോൾ. എൻ്റെ കണ്ണിലത്തെ നമ്മുടെ കൃഷ്ണമണി അല്ല ഒരു ചെറിയൊരു ബ്രൗൺ കളർ, അപ്പൊ അതുകൊണ്ട് അന്ന് ബ്രൗൺ തന്നെയായിരുന്നു, അപ്പൊ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കിങ്ങനെ ചുമ്മാ എല്ലാവരും ഇങ്ങനെ കോണ്ടാക്ട് ലെൻസ് വെച്ച് കാണുമ്പോൾ എനിക്കൊരാഗ്രഹം, അപ്പൊ അങ്ങനെ ചുമ്മാ മേടിച്ചിട്ട്. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത്, ഇത് 1 ഇയർ ഗ്യാരണ്ടി ഉള്ളതാണ്, അതായത് യൂസ് ചെയ്യാൻ പറ്റും 1 ഇയർ കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഏതൊരു ബ്രാൻഡിന്റെയാന്ന് വെച്ചാൽ ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ബ്രാൻഡ് വന്നിട്ട് അഫയേഴ്സ് ആണ്. സോഫ്റ്റ് കളർ കോസ്മെറ്റിക്സ് ലെൻസ്, ഇയർലി ഡിസ്പോസിബിൾ കോണ്ടാക്ട് ലെൻസ് 1 ടോൺ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കളർ വന്നിട്ട് ബ്രൗൺ എന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ എനിക്ക് ഇവിടെ എത്തിയപ്പോ എനിക്ക് തോന്നിയതൊരു ബ്രൗൺ അല്ല, ഒരു ഗോൾഡ് കളറായിട്ട് തോന്നിയിട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. അപ്പൊ ഇതിലിങ്ങനെ കാണിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു ബ്രൗൺ പിക്ചറാണ്, കിട്ടിയത് ഗോൾഡ് ആട്ടോ. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വലിയ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ട് തോന്നിയില്ല, ബോറായിട്ട് തോന്നിയില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയില്ല. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇടില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ ഉപയോഗിക്കാതെ നമുക്ക് ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിലിക്കോൺ ബ്രഷ് ആണ് കേട്ടോ. സിലിക്കോണിന്റെ ബ്രഷാണ്, ഫേസ് പാക്ക് ബ്രഷ് ആണ് കേട്ടോ. അതാ നമുക്ക് റിമൂവ് ചെയ്യാനും ഇത് തന്നെ മതി. അതായത് നമ്മൾ ചില ഫേസ് പാക്കുകൾ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കില്ല, അപ്പൊ അതിന് പകരം നമുക്ക് ഇത് റിമൂവ് ചെയ്യാനും പറ്റും. ഇത് കുഞ്ഞൊരു സിലിക്കോണിന്റെ കുഞ്ഞു ബ്രഷ് ഉണ്ട് കേട്ടോ അതില്, കണ്ടില്ല ഇങ്ങനെ. അപ്പൊ ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആണ്, സിലിക്കോൺ ആണ് കേട്ടോ. നമുക്ക് റിമൂവ് ചെയ്യാൻ ഇത് മതി, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇടാനും പറ്റും, റിമൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി മേടിച്ചിട്ടുള്ള കേട്ടോ. ഇത് നമ്മുടെ സ്ട്രിപ്സില്, അതായത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ സ്ട്രിപ്സ് നമ്മളിങ്ങനെ മൂക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറിച്ചു കളയുന്നത്. അപ്പൊ ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണുള്ളത്. അപ്പൊ ഇതിങ്ങനെ ഒരെണ്ണത്തിൽ എത്ര സ്ട്രിപ്പാണ് നോക്കട്ടെ കേട്ടോ. ഒരു പാക്കറ്റിൽ 3 സ്ട്രിപ്സ് ഉണ്ടാവും. ഇത് 99 റുപ്പീസ് ആട്ടോ 3 എണ്ണം. ക്ലെൻസിങ് ചാർക്കോൾ നോ സ്ട്രിപ്പ്, അപ്പൊ ഇങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. അപ്പൊ ഇതെന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അടുത്തത് വന്നിട്ട് കുറെ പേര് ഇങ്ങനെ നല്ലൊരു ഫേസ് വാഷ്, നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഫേസ് വാഷ് ചോദിക്കാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് സെറ്റാഫിന്റെ ഫേസ് വാഷ് എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ റിവ്യൂ ചെയ്യാം. അപ്പൊ ഞാൻ റിവ്യൂസ് കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചാനലിൽ ചെയ്യാന്ന് വിചാരിക്കുന്നത്. കൂടുതൽ റിവ്യൂസ് ഒക്കെ ഇതിലുണ്ടാവും, പക്ഷെ റിവ്യൂസ് മാത്രമായിട്ട് അതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിൽ ചെയ്യാന്ന് വിചാരിക്കണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്താട്ടോ നമ്മുടെ സെറ്റാഫിലിന്റെ നമ്മുടെ ഫേസ് വാഷ്. അപ്പൊ ഇത് നല്ല റിവ്യൂസ് ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ ആക്നെ പ്രോൺ ഓയിലി സ്കിന്നൊക്കെ നല്ലതാണ്. അപ്പൊ ഇതെന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് പറയാട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്താണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പേര് റിക്വസ്റ്റ് പ്രകാരം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അടുത്തത് വന്നിട്ട് ഒരു പീൽ പൗഡർ ആട്ടോ. അതായത് ഇതാ ഓറഞ്ച് അല്ല, ലെമൺ പീൽ പൗഡർ. നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, അതിന്റെ പീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. 100% പ്യൂർ ആൻഡ് നാച്ചുറൽ ആണ് ഈ പ്രോഡക്റ്റ് വന്നിട്ട്. ഇത് 200 ഗ്രാമിന്റെയാണ് കേട്ടോ. നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഡാമേജ്ഡ് സ്കിൻ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ടാൻ വരിക, പിഗ്മെന്റേഷൻ വരിക, അങ്ങനെയുള്ളവർക്ക് ഓറഞ്ച് പീല് അതുപോലെ തന്നെ ലെമൺ പീലൊക്കെ നല്ലത്. അപ്പൊ ഞാൻ എപ്പോഴും ഓറഞ്ച് പീലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ കണ്ടപ്പോ ലെമൺ പീല് കണ്ടു. അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഫേസ് പാക്കിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്, അതിപ്പോ കടലമാവ് അങ്ങനെ എന്തെങ്കിലും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും, സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും. പക്ഷെ ഡെയിലി ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല ലെമൺ പീലല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുപോലെ വെയിലുള്ളതൊക്കെ ശ്രമിക്കും. വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാം, അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യാട്ടോ, നമ്മുടെ സ്കിൻ കെയർ വീഡിയോസ് DIYs ചെയ്യാട്ടോ. അപ്പൊ ഞാനിത് എന്താ പറയാ, ചേട്ടനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് മേടിച്ച പ്രോഡക്റ്റ് ആണ് അടുത്തത്. ഇത് വന്നിട്ട് ഒരു ക്യൂരിയോസിറ്റി മേടിച്ചതാണ്. ആൾക്ക് 1-2 പിമ്പിൾ ഫേസിൽ അവിടെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഈ ഒരു സംഭവം ട്രൈ ചെയ്തിട്ട് നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാലോ. അപ്പൊ അങ്ങനെ ഇത് വന്നിട്ട് ആക്നെ പിമ്പിൾ പാച്ച് ആണ്, സ്പെഷ്യലി ഫോർമുലേറ്റഡ് ഫോർ മെൻ, ട്രീറ്റ് ആക്നെ ഓവർനൈറ്റ്, അബ്സോർബ്സ് ആക്നെ പ്ലസ് പ്രൊട്ടക്ട്സ് ഓപ്പൺ പോർസ്, ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ നോക്കിയിട്ട് ചേട്ടനെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ റിവ്യൂ ചേട്ടനായിട്ട് ഇടാം കേട്ടോ. അപ്പൊ ഇതിന്റെ സംഭവം വന്നിട്ട് എന്താന്ന് വെച്ചാല് നമുക്ക് പിമ്പിൾ മാറാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ പിമ്പിള് നമുക്ക് ഓവർനൈറ്റ് വെച്ച് ഈ ഒരു നമ്മുടെ ഫേസിൽ പിമ്പിൾ ഉണ്ടാവില്ല, അവിടെ നമുക്ക് ഓവർനൈറ്റ് ഈ ഒരു സ്ട്രിപ്പ് വെക്കാം. അപ്പൊ ഇത് എന്താന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് വരിക, ജസ്റ്റ് ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു പാക്കറ്റാണ് വരിക. അപ്പൊ ഇതിൽ ഒരെണ്ണം ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ വരും, ചെറിയ ഒരു പൊട്ട് മാതിരി. അപ്പൊ ഇത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട്, ഇതിന് ലേഡീസിനും ഉണ്ട്, ഇത് ജെന്റ്സിനും ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ പിമ്പിൾ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഇങ്ങനെ പാച്ച് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓവർനൈറ്റ് വെക്കുക. ഓവർനൈറ്റ് വെച്ചിട്ട് നമ്മളിത് രാവിലെ എണീക്കുമ്പോൾ റിമൂവ് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ഓപ്പൺ പോഴ്സ്, നമ്മുടെ ഫേസിലത്തെ ഓപ്പൺ പോഴ്സിനെ മറ്റേ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ അബ്സോർബ് ആക്നെ പസ്, അതായത് നമ്മുടെ ഈ ഒരു നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഒരു സംഭവം വലിയ വെളുത്ത കളറിൽ, ആ സംഭവത്തിന് നമുക്ക് അബ്സോർബ് ചെയ്യിക്കാനും കൂടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ ആക്നേസിനെ നമ്മൾ നൈറ്റ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇത് വന്നിട്ട് 36 ഡോട്ട്സ് ഉണ്ട് കേട്ടോ. അതില് 36 ഡോട്ട്സ് 36 ഉണ്ട്. അപ്പൊ നമ്മുടെ വലിപ്പ ചെറുപ്പൊക്കെ അനുസരിച്ചിട്ട് ഇതിൽ വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് ഞാനൊരു ദിവസം ചേട്ടന് ട്രൈ ചെയ്തിട്ട് ഞാൻ എന്തായാലും ചേട്ടനായിട്ട് റിവ്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കുറെ പേർക്ക് ഇങ്ങനെ പാക്ക് ഇടാനും ക്രീം ഇടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ആപ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയാട്ടോ. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ കുറെ നാളായിട്ട് മേടിക്കണം, എപ്പോഴും മറന്നു പോവാറ്. ഇങ്ങനെ ഓൺലൈനിൽ എന്തെങ്കിലും മേടിക്കും അത് മറന്നു പോവാറ് പതിവ്. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് വന്നു വെച്ചാൽ ഡെഡ് സീ സാൾട്ട് ആണ്, അതായത് ഓൾ നാച്ചുറൽ ആൻഡ് മിനറൽ റിച്ച്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് സീ സാൾട്ട് ആണ്, അതായത് ഇതാ സീ സാൾട്ട്. പിന്നെ എന്തിനു ഉപയോഗിക്കാന്ന് വെച്ചാൽ നമുക്ക് ഫേസ് പാക്കിൽ ഉപയോഗിക്കാം. ഞാൻ കൂടുതൽ ഇന്ദുപ്പാണ് ഉപയോഗിക്കാറ്, പക്ഷെ ഇതും നല്ലതാട്ടോ. നമുക്ക് കുളിക്കുമ്പോൾ കുറച്ച് നമ്മുടെ കുളിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റീഫ്രഷിങ് ആയിരിക്കും, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, പ്രൊട്ടക്ഷൻ ആണ്. അതേപോലെ നമുക്ക് ആ ഒരു നല്ലൊരു ഫ്രഷ് ലുക്ക് ഫീലൊക്കെ നമുക്ക് കിട്ടും. DIY സാൾട്ട് സ്ക്രബ്സ്, ബോഡി റാപ്സ്, ഫേഷ്യൽസ്, അതുപോലെ തന്നെ എന്താ പറയാ മസിൽ സോക്സ്, ഫുട്ട് സോക്സ്. നമ്മുടെ കാലൊക്കെ നമുക്ക് ഇത് ഈ സംഭവം ഇട്ട് വെച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ കാലിറക്കി വെക്കാന്നറിയില്ല, അപ്പൊ അങ്ങനെ ചെയ്യാനൊക്കെ നല്ലതാ. അതേപോലെ ഇത് ഒത്തിരി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുളിക്കുമ്പോഴും നമ്മുടെ ഫേസ് പാക്കിലൊക്കെ ഒരു പിഞ്ച് ഒരു നുള്ളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡെയിലി അല്ല കേട്ടോ, നമുക്ക് വീക്ക്ലി വൺസോ മന്ത്ലി വൺസ് ഒക്കെ ചെയ്യുന്ന നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് കുറെ നാളായി വിചാരിക്കണം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം സീ സാൾട്ട്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാ ഇത്രയും ലിപ്സ്റ്റിക് ആണ്. ഇതൊരു ഒറ്റ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഹൈ പിഗ്മെന്റഡ് മിസ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ലിപ്സ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. ഇത് വന്നിട്ട് ലിപ് ലൈനർ 2-in-1 ലിപ്സ്റ്റിക്, അതായത് ലിപ് ലൈനർ ആയിട്ടും ലിപ്സ്റ്റിക് ആയിട്ടും ഉപയോഗിക്കാം. അതാ 1 2 3 4 5 6 6 ഉണ്ട്. 6 ഷെയ്ഡ് ഉണ്ട്. ഇത് എല്ലാം ന്യൂഡ് ഷെയ്ഡുള്ള കേട്ടോ, നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാം. മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വന്നിട്ട് ജോവീസിന്റെ വെജ് ഓട്ട് പീലാണ് കേട്ടോ. അതായത് നമുക്ക് ആക്നെ സ്കാർസ്, അതുപോലെ തന്നെ പിമ്പിൾസ് ഇങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ, നമ്മുടെ ഫേസിൽ നിറയെ സ്കാർസ് ഉണ്ട്, പിമ്പിൾ മാർക്ക്, പിമ്പിൾസ് ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് വീക്കിലി ട്വൈസ്, അതായത് 2 പ്രാവശ്യം ആഴ്ചയിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് നമുക്ക് നമ്മുടെ കൂടുതലായിട്ട് നമുക്ക് ഇതിൽ വരുന്നത് നമ്മുടെ സ്കിന്നൊന്നായിട്ട് ക്ലീൻ ആവുക, ഗ്ലോയിങ് ആവുക, ആക്നെ സ്കാർസ്, അതായത് പിമ്പിൾ മാർക്ക് സ്കാർസ് പോലെ വരില്ലേ, നമുക്ക് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പിമ്പിൾ വന്നു പോയിട്ട് ഒരുമാതിരി ഞാൻ എവിടെയും കാണിക്കട്ടെ, അങ്ങനെ വരുന്നവർക്കൊക്കെ ഇത് നല്ലതാണ്. അപ്പൊ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് മേടിച്ചിട്ടുള്ളതാണ്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ആൽമണ്ട് പൗഡർ, ഹെന്ന പൗഡർ, ഈസ്റ്റ്, പിന്നെ വീറ്റ് ഗ്രെയിൻ, ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട്. നമുക്ക് ഇങ്ങനെ പാർലറിലൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു വെജ് പീല്. അപ്പൊ ഇത് ജോവീസിന്റെ ആണ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്യാം. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ, ഒരു ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ സാധനമാണെന്ന് കേട്ടു. അപ്പൊ അതാണ് ഞാൻ വിചാരിച്ചത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ അതിന്റെ റിസൾട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മയുടെ ഫേസ് ഏകദേശം 20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർട്ട് ഡ്രൈ ആയിട്ടേ ഉള്ളൂ. നമുക്ക് അധികം അമ്മയുടെ സ്കിൻ ഒന്നാമത്തെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് ഉണങ്ങാൻ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പതുക്കനെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം നനച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് തിക്കിലാണ് ഇടുന്നത്. അപ്പോൾ അതും സ്കിൻ ലൈറ്റനിങ് പാക്ക് നമുക്ക് കുറച്ച് തിക്കിലിട്ട് കൊടുക്കുകയാണ് നല്ലത്. അടിയിലത്തെ ലെയർ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ പിടിക്കുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പതുക്കനെ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് യൂസിൽ നമുക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്തിട്ട് അതേപോലെ
നമുക്ക് കൂടുതൽ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും നമ്മുടെ കൈമയാണ് കേട്ടോ. കാരണം കയ്യിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ആ വിരലിൻ്റെ ഭാഗങ്ങളിലൊന്നും ലൈറ്റൻ ചെയ്യാണ്ട് നമുക്ക് അതിൻ്റെ താഴത്തേക്ക് നല്ല രീതിക്ക് ലൈറ്റൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ മേലൊക്കെ വെള്ളം വീഴായിരുന്നു ഞാനിങ്ങനെ തുടയ്ക്കുമ്പോഴേ. അപ്പോൾ ഞാനൊരു ടർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ബ്രൈറ്റൻ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടില്ലേ, നമുക്ക് ആ ഒരു സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേസ് പാക്ക് ഇട്ട സമയത്തെയും അല്ലാത്ത സമയത്തെയും പിക്ചർ നോക്കിയാൽ മതി. നിങ്ങൾ സെയിം ആണ്, രണ്ടും സെയിം എന്താ പറയുക, ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ള തന്നെയാണ്. നമുക്ക് സ്കിന്ന് നന്നായിട്ട് വ്യത്യാസം ഒന്ന് കാണാൻ പറ്റും. സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ആ ഒരു സ്കിന്നിൽ പെട്ടെന്നൊരു ഗ്ലോയും നല്ലൊരു സ്മൂത്തനിങ്ങും സോഫ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റിസൾട്ട്. നമുക്ക് ഇനി കയ്യുമ്മത്തെ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. കയ്യിലെ റിസൾട്ട് നല്ല കിഡുമായിട്ട് കയ്യിലത്തെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മസൂർ ദാൽ സൂപ്പർബാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. സൂപ്പർബായിട്ട് നമ്മൾ ആൻറ്റി ഏജിങ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കൈ ഒന്ന് നോക്കാം. കൈ അത്യാവശ്യം കൈയാണ് കേട്ടോ കൂടുതലും വേഗം ഉണങ്ങിയിട്ടുള്ളത്. ഫേസിനേക്കാൾ നന്നായിട്ട് കൈ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു ബാത്ത് പൗഡറിൽ കൂടി മിക്സ് ചെയ്യാവുന്നതാണ് മസൂർ ദാൽ. നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും ലൈറ്റൻ ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വിരലിൻ്റെ താഴത്തേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ആ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കൈപ്പത്തിയുമ്പോൾ മാത്രം വിരലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ലൈറ്റനിങ്ങും അതേപോലെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ സ്കിൻ ആദ്യത്തെ യൂസിൽ എത്രത്തോളം ലൈറ്റൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ നല്ലൊരു വ്യത്യാസം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്ലൈ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് പാക്കിൻ്റെ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വേറെ ഒന്നും ട്രൈ ചെയ്തിട്ട് ലൈറ്റൻ ആവുന്നില്ല എന്നുള്ളവർക്ക് ഈ ഒരു നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ക്രീം ഇട്ടിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് സൂപ്പർബാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. മസൂർ ദാൽ വെച്ചിട്ട് നമുക്ക് ക്രീം. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ആൻറ്റി ഏജിങ് ആണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവുന്നതാണ്. റിങ്കിൾസ് മാറാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പലചരക്ക് കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു ചുവന്ന കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള പരിപ്പ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റിസൾട്ട് കണ്ടില്ലേ, നല്ല റിസൾട്ട് ആണ്, നല്ല സൂപ്പർബ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. സത്യം പറഞ്ഞാല് നമുക്ക് നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് വീക്കിലി 3 തവണ ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് നന്നായിട്ടൊരു മാറ്റം വരണം, നമുക്കൊരു ഡസ്കി സ്കിൻ ടോൺ ആണ്, മുഖത്ത് നിറയെ കരിവാളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച അടുപ്പിച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്കത് കുറച്ചിട്ട് അതിന്റെ ഉപയോഗം കുറച്ചിട്ട് 3 തവണക്കായിട്ട് ഉപയോഗിക്കാം. ഫേസ് പാക്ക് ആയിട്ട് ഈവനിങ് ടൈമിൽ ഉപയോഗിക്കട്ടോ. നല്ല അടിപൊളിയാണ്, ആന്റി ഏജിങ് പാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ പാടൊക്കെ മാറി സ്കിൻ ലൈറ്റനിങ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ പാക്ക് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത്, ഒരു 1 വീക്ക് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.